പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോ അവകളിതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് നടന്നു വരുകയാണ്. തലയില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ഓരോ ജീവജാലങ്ങളും നടന്നു വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാലിന്റെയും തലകൾ കൈപിടിച്ചുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ്, വരുക. ഓരോ പക്ഷികളും അതിൻ്റെതാകുന്ന തലകളിലേക്ക് വന്നുകൊണ്ട് ശരീരം വന്നുകൊണ്ട് ചേരുകയാണ്, ഉടല് വന്നുകൊണ്ട് ചേരുകയാണ്. പൂർവാധികം ഭംഗിയായി, രൂപത്തിലായി, കോലത്തിലായി, ആത്മാവുതപ്പെട്ട നിലയിൽ അത് നിലകൊള്ളുകയാ. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബ് എത്ര വലിയതാകുന്ന അറിവുള്ള വ്യക്തിത്വമാണ്, എത്ര വലിയ തത്വജ്ഞാനമുള്ള വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അജയ്യനല്ലയോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, എന്തിനാണ് ഈ ചരിത്രം തന്നെ തുടക്കത്തിൽ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലാഹു നമ്മളോട് പഠിപ്പിക്കുന്നത്, മരിച്ച മണ്ണോട് നീ എത്ര കഷ്ടമായി നുരുമ്പിപ്പോയാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നാളെ മഹ്ശറയിലേക്ക് പുനർജീവിപ്പിക്കുന്ന നാളുകളിൽ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അതുകൊണ്ട് മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്നുള്ള ബോധോദയം ഉണ്ടാവണേ. വീട്ടിൽ ഖുർആൻ ബറക്കത്തിന്റെ കേദാരമാണ്. അതുകൊണ്ടല്ലേ ഒരു വീട് ഉദ്ഘാടിക്കുമ്പോ നമ്മൾ ഖുർആൻ കൈക്ക് പിടിച്ചുകൊണ്ട് കയറുന്നത്? അതൊരു ശുഭലക്ഷണമാണ്. എന്നിട്ട് ആ വീട്ടിലിരുന്നു കൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു. വല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്വാനുൻ ശഫീഉനാ റസൂലുള്ളാഹി. സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് ഒരു വീട്ടിൽ പരിപൂർണമായി നീ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിശാച് കടക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, ഏർവാടിയിലൊക്കെ നിലകൊള്ളുന്ന മുസ്ലിമേ, നിന്റെ വീട്ടിൽ ഡെയിലി പാരായണം ചെയ്യേണ്ട സൂക്തമാണ് സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യണം. സാധേ അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ, 2.5 ദിവസം ഇല്ലേ? ശൈത്താൻ ഇറങ്ങണോ? കുറച്ച് പണിയാണ്. ഇതോത് അല്ലാഹു തൗഫീഖ് തരട്ടെ. പിശാച് ഇറങ്ങണോ? എങ്കിൽ ഇത് ഓതിയാൽ ഇറങ്ങുമെന്ന് ആര് പഠിപ്പിച്ചു? മുഹമ്മദ് മുസ്തഫ. പിന്നെന്താ ഓതിക്കൂടെ? ഒരു വീട് ഉദ്ഘാടിക്കുമ്പോ സൂറത്തുൽ ബഖറ ഓതിൻ, എല്ലാവരും ഖുർആൻ എടുത്ത് ഓതിൻ. ഇല്ലെങ്കിൽ ആ വീട്ടുകാരനെങ്കിലും ആ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത്. സൂറത്തുൽ അൻആം ഐശ്വര്യത്തിന് വേണ്ടിയുള്ള സൂക്തമാണ്, അധ്യായമാണ്. ആ അധ്യായം പൂർണ്ണമായി പാരായണം ചെയ്യുക. ആരാണിത് ശ്രദ്ധിക്കുന്നവർ? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഖത്മ് തീർക്കൽ. മുതഅല്ലിമീങ്ങളെ വിളിക്കൽ. നമ്മുടെ മഹല്ലത്തിൽ തന്നെ ഉണ്ടല്ലോ മുതഅല്ലിമീങ്ങൾ. അവരെ വിളിക്കുന്നു, ഉസ്താദിനെയും വിളിക്കൻ. സുബൈക്ക് ശേഷം അവരെല്ലാവരും കൂടി ഓരോ ജുസ്ഉ പാരായണം ചെയ്തിട്ട് 30 ജുസ്ഉ ഓതിയിട്ട് ഖത്മ് ഓതി ദ്വാരക്കട്ടെ. 1 മണിക്കൂർ മതി. 1 മണിക്കൂർ കൊണ്ട് ഒരു ഖത്മ് ഓതി മാഷാ അല്ലാഹ് അങ്ങനെ വീട് ഉദ്ഘാടിക്കട്ടെ. ഉദ്ഘാടിച്ച വീട്ടിൽ തന്നെ ഇങ്ങനെ അമൽ ചെയ്യട്ടെ. ആ വീട്ടിൽ പിശാച് ഉണ്ടാവൂല, പൈശാചിക ഉപദ്രവങ്ങൾ ഒഴിയും, മക്കൾ സ്വാലിഹീങ്ങളാകും. കാരണം ആ വീടിൻ്റെതാകുന്ന തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഖുർആനിൻ്റെതാകുന്ന വിസ്ഫോടനം ഉണ്ടായി. ഖുർആനിന്റെ ആയത്തുകൾ കേറപ്പി പിശാച് ഉടൻ. അതുകൊണ്ടാണല്ലോ ബാങ്ക് കൊടുക്കാൻ പറയുന്നത്. വീട്ടിൽ എന്ത് കൊടുക്കണം? ഇടയ്ക്കിടയ്ക്ക് എന്ത് കൊടുക്കണം? ഉറക്കെ പറയും, ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കാനായി ആദ്യം പഠിക്കണം, എന്നാലേ ഉള്ളൂ. ഇത് ഹയ്യാല സലാ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കറങ്ങി നിൽക്കുകയാണ്. ബാങ്ക് ആദ്യം പഠിക്കണം, എന്നിട്ട് ബാങ്ക് നല്ലതുപോലെ വീട്ടിൽ കൊടുക്കണം. വീട്ടിലുള്ള ആ വീട്ടിൽ കറക്റ്റ് കേൾക്കുന്ന രീതി. റമദാന് മഗ്‌രിബിന്റെ സമയത്തൊന്നും കൊടുത്തേക്കല്ല, ബാക്കിയുള്ളവർ നോമ്പ് പറയും. അല്ലാത്ത സമയത്ത് ചെറിയൊരു ശബ്ദത്തിൽ നമ്മുടെ ആ വീടുകളിൽ റൂമുകൾ കേൾക്കുന്ന രീതിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇത് മതി. അങ്ങനെ അവിടെ ബാങ്ക് കൊടുത്തേ. പാപ്പ തന്നെ കൊടുക്കുക അങ്ങനെ വീടുകളിൽ. ഈ ബാങ്കിന്റെ ശബ്ദം എത്തുന്നിടത്തുനിന്നൊക്കെ പിശാചോട് മൈക്ക് കെട്ടി വലിയ ശബ്ദത്തിൽ കൊടുക്കൊന്നും വേണ്ട. ഈ പറഞ്ഞ നേരിയ ശബ്ദത്തിൽ കൊടുത്താൽ മതി. അവനവന്റെ ശബ്ദത്തിനനുസരിച്ച് പിശാചോടും. പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവൂല. വീട്ടിൽ സംരക്ഷണം ഉറപ്പാണ്. നിങ്ങൾ ചെയ്തു നോക്കി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടിയാണ് ഈ ചരിത്രം പറഞ്ഞത്. ഇനി ആരും അങ്ങനെ അവിശ്വസിക്കാൻ പാടില്ല. മരിച്ചതിന് ശേഷം ഒന്നുമില്ല, സ്വർഗമൊന്നുമില്ല, നരകമൊന്നുമില്ല, എല്ലാം ഉണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ മുഖേന നമുക്ക് പഠിപ്പിച്ച ചരിത്രമാണ് ഈ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് ഈ മാസത്തിൽ പറയൽ വളരെ പുണ്യമാണ്.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുക നിങ്ങൾ. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതം ഉറപ്പായ നമ്മൾ ഇനി എന്ത് ചെയ്യണം? മരിച്ചതിന് ശേഷമുള്ള അഥവാ മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതാണ് ഇനി ചെയ്യേണ്ടത്. ഇപ്പൊ എത്ര വയസ്സായി എന്നോട് പറയണ്ട. ഓരോരുത്തരും അവരവരുടെ വയസ്സൊന്ന് ചിന്തിക്കും. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അത് കഴിഞ്ഞ് ചെയ്യാം, അടുത്ത വർഷം ചെയ്യാം എന്ന് പറഞ്ഞ് പിന്തിച്ച് എത്ര കർമ്മങ്ങൾ എത്ര വൈകി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഇശാ നിസ്കരിച്ചിട്ട് വന്ന ആളുകൾ തന്നെ നിസ്കാരം അത് സ്വഹീഹായി നിസ്കരിച്ചിട്ടുണ്ടോ, അത് കറക്റ്റായി നീ ഒതുവെടുത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സാധനം പറയാൻ പറ്റൂല. നിസ്കരിച്ചാൽ നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല. നമുക്ക് ഉറപ്പിച്ച് നിസ്കരിക്കാം. അപ്പം അത് നാളെ നമുക്ക് പിന്നെ നിസ്കരിക്കാം. നാളെ അടുത്ത ദിവസം നമുക്ക് നല്ല ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തായിട്ട് നിസ്കരിക്കാം. ഈ നാളെയുടെ പറച്ചിൽ എത്തിയിട്ട് ഇപ്പൊ എത്രയായി? വയസ്സിപ്പോ എത്രയായി? താടി നരച്ചു, രോമകൂമങ്ങൾ പലതും നരച്ചു, പല ആളുകളും മരണത്തിലേക്ക് ഊന്നി നിൽക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നിട്ട് അത് മറയ്ക്കാൻ വേണ്ടി ഹറാമായി ഡൈയും ചെയ്ത് നിൽക്കാൻ, എങ്ങനെയെങ്കിലും നരച്ചിട്ടില്ല എന്നറിയിക്കാൻ, കണ്ണാടിയുടെ മുന്നിലെങ്കിലും നര ബാധിച്ചിട്ടില്ല, യുവ കോമളനാണെന്ന് അറിയിക്കാനാണ് നമ്മൾ നിലകൊള്ളുന്നത്. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ കാലഘട്ട ജീവിതത്തിൽ എത്ര സുഹൃതം അനുഷ്ഠിച്ചു? ഓരോരുത്തരും ഒന്ന് ചിന്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി, ബക്കറ്റ് വരുമെന്ന് കൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒരു നല്ല സ്വതക്ക നൽകിന് അള്ളാഹു നമ്മുടെ സ്വതക്ക കബൂലാക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. 3 പെൺകുട്ടികളെയാണ് ഇൻഷാ അല്ലാഹ് ഇതിന്റെ സംഘാടകർ ഈ വർഷം തന്നെ വിവാഹം ചെയ്തയക്കാനുള്ള ആഗ്രഹം അവർക്കുള്ളത്. അതിലൊരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ഫണ്ട് അവർ കണ്ടെത്തി. ഇനി 2 പെൺകുട്ടികളെ അയക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരവസ്ഥ വിശേഷം ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലൂടെ ഉണ്ടാവണം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നല്ല മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങളാകുന്ന സച്ചരിതരായ വ്യക്തികൾ, സഹോദര സഹോദരിമാർ ഈ നാട്ടിലുള്ള കാലത്തോളം ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ സംഘടനയ്ക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് നല്ല നിയ്യത്തിൽ സദഖ ചെയ്യാൻ. കൊടുക്കുന്ന സദഖ ഒന്നും പാഴാവൂല്ല. ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്ന സംഘാടകരാണ്. അള്ളാഹു അവരെ അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല നിയ്യത്തിന് സദഖ നൽകി അള്ളാഹു നമ്മുടെ സദഖ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഉറക്കാമീൻ പറയും. ആമീൻ. അർഹമുർറാഹിമായ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ നൽകുന്ന സദഖ ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശമനം നൽകണേ അല്ലാഹ്. ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് ഞങ്ങൾക്കേവർക്കും കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. പാരത്രിക ലോകത്ത് വലിയതാകുന്ന ഉയർന്ന പ്രതിഫലം ഞങ്ങൾക്ക് ഈ സദഖയിലൂടെ നസീബാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും ചിന്തിക്കും. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പിന്തിച്ചു പോവാൻ. എപ്പോഴാണ് നമുക്ക് സുഹൃതം ചെയ്യാൻ അവസരം ലഭിക്കുക? എപ്പോഴാണ് അവസരം ലഭിക്കുക? നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ യൗമിൻ ഇല്ലാ അഖറജ ഇലാ അഹ്ലി ദുനിയാ ഫയുനാദി യബ്ന ആദം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും ഈ ദുനിയാവിന്റെ അഹ്ലുകാരിലേക്ക് ദിവസം വന്നുകൊണ്ട് വിളിച്ചു പറയുമത്രേ,
ആദമിന്റെ സന്തതിയെ, ആദമിന്റെ പൊന്നുമോനെ, ഇഗ്തനിമനീ, നീ എന്നെ ശരിക്കൊന്ന് മുതലാക്കണേ. നീ ഈ ദിവസത്തെ വെറുതെ കളഞ്ഞു കുളിക്കല്ലേ. അനാവശ്യമാകുന്ന സംസാരങ്ങൾ നടത്തിക്കൊണ്ട് ഈ ദിവസത്തെ നീ ഹനിച്ചു കളയല്ലേ. നമസ്കരിക്കാതെ പോകരുതേ, നോമ്പ് നോൽക്കാതെ പോകരുതേ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ പോകരുതേ, നിരാലംബര കവലംബമാകാതെ പോകരുതേ. സുഹൃതങ്ങൾ ധാരാളം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ദിവസത്തെ നീ ധന്യമാക്കണേ. യഗ്തനിമനീ ഫലഅല്ലഹു ലാ ലൈല ലാ യൗമ ലക ബഅദീ. കാരണം ഇതിന് ശേഷം ഈ പകല് നിനക്ക് ഇല്ലാതായേക്കാം. ഇനി ഒരിക്കലും ഈ ദിവസം മടങ്ങി വരുകയില്ല. ഇനി ഒരിക്കലും ഈ പകല് നിന്നിലേക്ക് മടങ്ങി വരുകയില്ല. അതുകൊണ്ട് ഈ പകലിനെ നീ ശരിക്ക് ഇബാദത്തെടുക്കണേ എന്ന് ഓരോ പ്രഭാതവും വന്നുകൊണ്ട് ഓരോ മനുഷ്യരുടെ അടുക്കലും വന്നുകൊണ്ട് പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വലാ ലൈലത്തുൻ തുനാദി യബ്ന ആദം. എല്ലാ രാത്രിയും ഓരോ രാത്രികളും വന്നുകൊണ്ട് മനുഷ്യരുടെ അടുക്കൽ വിളിച്ചു പറയുകയാണ്. ഇന്നത്തെ മഗ്രിബ് അസ്തമയം വന്നപ്പോൾ, സൂര്യൻ അസ്തമിച്ചപ്പോൾ, സൂര്യന് പടിഞ്ഞാറിലേക്ക് വന്നുകൊണ്ട് അസ്തമയം തൂകിയപ്പോ, ഈ അസ്തമയത്തിൻ്റെതാകുന്ന സന്ദർഭത്തിലും ലോകത്തോട് രാത്രി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അല്ലയോ ജനങ്ങളെ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, യഗ്തനിമനീ, നീ എന്നെ ശരിക്ക് മുതലാക്കണേ. നീ ഈ രാത്രിയെ ശരിക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. മുൻഗാമികളാകുന്ന ആളുകൾ ഇബാദത്തെടുത്തത് രാത്രിയിലാണ്. എത്ര ഔലിയാക്കൾ കഴിഞ്ഞുപോയി, എത്ര അമ്പിയാക്കൾ കഴിഞ്ഞുപോയി, എത്ര മഹാന്മാര് കഴിഞ്ഞുപോയി, എത്ര മഹിളകൾ കഴിഞ്ഞുപോയി. അവരെല്ലാവരും രാത്രിയിൽ ഉറക്കം ഒഴിച്ചുകൊണ്ട് ഇബാദത്തെടുത്തവരാണ്. ആദം. അതുകൊണ്ട് രാത്രികൾ വന്നുകൊണ്ട് മനുഷ്യന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ആദമിന്റെ സന്തതികളെ, അല്ലയോ പെങ്ങളെ, സഹോദരാ സഹോദരി, യഗ്തനിമനീ, എന്നെയൊന്ന് ശരിക്കൊന്ന് അമൽ ചെയ്യാൻ നിങ്ങൾ മുതലാക്കണേ. ഈ രാത്രിയെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. ഖുർആൻ ഓതുന്ന വീടാക്കണേ, ദിക്ർ ചെല്ലുന്ന വീടാക്കണേ, സ്വലാത്ത് അധികരിപ്പിക്കുന്ന വീടാക്കണേ, ഇശാ മഗ്രിബിനിടയിൽ യാസീൻ ഓതുന്ന വീടാക്കണേ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീടാക്കണേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന വീടാക്കണേ. ഹറാമാകുന്ന തലത്തിലേക്ക് കണ്ണുകൊണ്ടു പോകരുതേ, ഒരു സീരിയൽ ദർശിക്കുന്ന തലത്തിലേക്ക് പോകരുതേ. ഫലഅല്ലഹു ലാ ലൈലത ലക ബഅദീ. ഒരുപക്ഷേ ഈ രാത്രി കഴിഞ്ഞതിന് ശേഷം നിനക്ക് മറ്റൊരു രാത്രി കിട്ടാതെ വന്നു പോയേക്കാം. അടുത്ത രാത്രിക്ക് ശേഷം, അടുത്ത രാത്രിക്ക് മുമ്പായിട്ട് നീ മരണപ്പെട്ടേക്കാം. ഈ രാത്രി ഒരിക്കലും നിനക്ക് തിരിച്ചു വരാതായേക്കാം. ഇന്നത്തെ രാത്രിയും ഇന്നത്തേതാകുന്ന പകലുകളും ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവണേ. അതുകൊണ്ട് യഗ്തനിമനീ, നീ ഇബാദത്തെടുക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരണേ എന്ന് ഓരോ ദിവസവും നിന്നോട് പറയുന്നുണ്ടെന്ന്, ആ ദിവസങ്ങൾ വന്നുകൊണ്ട് പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, ദിവസങ്ങൾ വന്നുകൊണ്ട് ജനങ്ങളോട് പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോളെ, ഇന്നി യൗമുൻ ജദീദ്. ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും നിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാനൊരു പുതിയ ദിവസമാണ് നിനക്കിതാ അല്ലാഹു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസത്തെ നീ മുതലാക്കണം, നീ അമൽ ചെയ്യണം, നീ നിസ്കരിക്കണം, നീ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. ഈ ദിവസത്തിൽ ഏതെല്ലാം സുകൃതങ്ങൾ ചെയ്തുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട് പടച്ചറപ്പിലേക്ക് അടുക്കാൻ സാധിക്കുമോ, ആ സുകൃതങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് നീ നിലകൊള്ളണേ. ഓരോ ദിവസവും നിന്റെ അടുക്കൽ പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസങ്ങളും എന്ന് പറയുന്നുണ്ട്, നീ എന്നെ മുതലാക്കിക്കോ. ഓരോ പകലും പറയും, ഓരോ രാത്രിയും പറയും. ഇനി നിന്നിലേക്ക് മടക്കമില്ല, ഇനി മടങ്ങുന്നില്ല. അതുകൊണ്ട് ഈ പകല് ശരിക്കും നീ ഇബാദത്തെടുക്ക്, ഇല്ലെങ്കിൽ നീ വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. എല്ലാ രാത്രിയും ഒന്നുകൊണ്ട് പറയുന്നു, നീ ഈ രാത്രി ഇബാദത്തെടുക്ക്, ഇല്ലെങ്കിൽ പ്രയാസമാകും.
ഇതൊക്കെ കേട്ടിട്ടും നമ്മളിങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കാൻ. എല്ലാ പ്രഭാതവും പ്രദോഷവും നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, മുതലാക്കണേ, അമൽ ചെയ്യണേ എന്ന് പറയുന്നു. നമ്മളെപ്പോഴും പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. സുബഹി നിസ്കരിക്കുന്നില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല, ഒരു വഖത്ത് പോലും ജമാഅത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്താ ഈ സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ? മുസ്ലിം സഹോദരങ്ങളുടെ അവസ്ഥ എന്താണ്? എവിടേക്ക് പോയി? കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ നമസ്കാരം ജുമുഅകൾ വീട്ടിൽ നമസ്കരിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് ഫത്വ നൽകിയപ്പോ, ഇന്നത്തെ സാഹചര്യത്തിലും കോവിഡ് കഴിഞ്ഞതിന് ശേഷവും എത്രയോ മുസ്ലിം സഹോദരങ്ങൾ വീട്ടിൽ തന്നെ നമസ്കാരം അതേപോലെ നിലനിർത്തി പോരുന്നവരുണ്ട്. ജുമുഅ ശ്രദ്ധിക്കുന്നില്ല, പള്ളിയിലേക്ക് വരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സാധാ ഇപ്പൊ കൊരങ്ങുപനി ഉണ്ടല്ലോ എന്നാ പറയുന്നത്. കൊരങ്ങുപനി പറയുന്നുണ്ട്, അവസാനം കൊരങ്ങാകാതിരുന്നാൽ മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തെങ്കിലും കാരണമുണ്ട്, എപ്പോഴും അത് തന്നെ. ക്വാറന്റൈനിലാണ് ഉസ്താദെ എന്നാ പറയുന്നത്. ക്വാറന്റൈൻ കഴിഞ്ഞിട്ടില്ല, വർഷം 2 കഴിഞ്ഞിട്ട് ഇവന്റെ ക്വാറന്റൈൻ തീർന്നിട്ടില്ല. പള്ളിയിലേക്ക് കാണുന്നില്ല, ജമാഅത്തിനില്ല, ജുമുഅക്കില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഅൻ, ആരെങ്കിലും 3 ജുമുഅ ഒഴിവാക്കിയാൽ ബിഗൈരി ഉദ്രിൻ, അകാരണമായിട്ടാണ് ജുമുഅ ഒഴിവാക്കിയത് എങ്കിൽ തബഅല്ലാഹു ഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിലേക്ക് കുഫ്രിയത്തിന്റെ അവിശ്വാസത്തിന്റെ സീല് പതിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. എത്രയെത്ര ചെറുപ്പക്കാര് ഈ വിഭാഗത്തിൽ പെട്ടുപോയവരുണ്ട്, എത്രയോ കച്ചവടക്കാരുണ്ട്, എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. പള്ളി തൊട്ടടുത്തുണ്ടായിട്ട് പോലും ജുമുഅക്ക് പോലും വരാത്ത ആളുകളില്ലേ. മൻ തറക സലാസ ജുമുഅൻ ബിഗൈരി ഉദ്രിൻ തബഅല്ലാഹു ഫീ ഖൽബിഹി, യാതൊരുവിധ കാരണവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ജുമുഅ ഒഴിവാക്കുന്നവരെ പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ രക്ഷിതാക്കളെ. പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിന്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെ, മക്കളെ നീ പള്ളിയിലേക്ക് പറഞ്ഞു വിടണേ. 3 ജുമുഅ അകാരണമായി ഒഴിവാക്കിയാൽ കുഫ്രിയത്തിന്റെ സീല് പതിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല. നിസ്കാരം ചിട്ട വെക്കണം. നമ്മൾ പിറകോട്ട് പോയില്ലേ? ഇന്നത്തെ ഒരു ദിവസം തന്നെ എടുത്തു നോക്കിനി എത്ര പേര് സുബഹിക്ക് നമ്മുടെ ജമാഅത്തിൽ പള്ളിയിലുണ്ടായിരുന്നു. ളുഹറിനുണ്ടായിരുന്നു, അസറിനുണ്ടായിരുന്നു, മഗ്രിബിനുണ്ടായിരുന്നു, ഇശായിനുണ്ടായിരുന്നു. ചിന്തിക്കിന് ഇന്നത്തെ ഒരു ദിവസം. ഒരു കാര്യമില്ല. വീട്ടിൽ തന്നെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു കാര്യമില്ല. ടൗണിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്, ജമാഅത്ത് ശ്രദ്ധിക്കുന്നില്ല. മുഅ്മിനായ മനുഷ്യനും കാഫിറിനും ഇടയിലുള്ളതാകുന്ന വ്യത്യാസം നിസ്കാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇവർക്ക് 2 പേർക്കും ഇടയിലുള്ള ഐഡന്റിറ്റി അത് നിസ്കാരമാണ്. നിസ്കരിക്കുന്നവൻ മുഅ്മിൻ, അല്ലാത്തവൻ അവിശ്വാസിയാണ്, മുനാഫിക്കാണ്. അവിടെ വിശ്വാസിയാണ്, അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. ജുമുഅ ജമാഅത്തുകൾക്ക് പിന്തുന്നവരെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു. സ്വഹാബത്ത് പറയാണ്, മഅലൂമുൻ നിഫാഖാണവൻ, കാപട്യം അറിയപ്പെട്ട വ്യക്തിത്വമാണ്. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് വീടുകളിൽ ഇരിക്കുന്ന ആളുകൾ, ജമാഅത്തിന് വരാത്ത വ്യക്തികളെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു എന്ന് സ്വഹാബത്ത് പറയുകയാണ്. നഊദു ബില്ലാഹ്. നിസ്കരിക്കാത്തവനെ അല്ല, നിസ്കരിക്കുമായിരിക്കും, പക്ഷെ പള്ളിയിൽ വരുന്നില്ല, ജമാഅത്തിന് വരുത്തില്ല. അങ്ങനത്തെ ആളുകളെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു എന്ന് സ്വഹാബത്ത്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമുക്കൊരു വിഷമം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ നമ്മളത് ചെന്ന് പറയേണ്ട ഇടം അത് പള്ളിയാണ്. മുഅ്മിനീങ്ങൾ വിഷമവും സങ്കടവും വരുമ്പോ എവിടെ വരണം? പള്ളിയിൽ വന്ന് പറഞ്ഞണം. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. كان النبي صلى الله عليه وسلم إذا هزمه أمر فزع إلى المسجد وصلى ركعتين
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും കാര്യമുണ്ടായാൽ, വിഷമമുണ്ടായാൽ ആദരവായ പ്രവാചകർ ചെയ്യാറുള്ളത് നേരെ പള്ളിയിലേക്ക് വരുമായിരുന്നു. ഫസിയൽ മുസല്ലാ, അള്ളാന്റെ പള്ളിയിലേക്ക് വരുകയാണ്, തിരുസമക്ഷത്തിലേക്ക് വരുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിന് തീർക്കാൻ പറ്റാത്ത വിഷമം ഏതാണ് സോദരാ? അവന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത വിഷമം ഏതാണ് സോദരി? അള്ളാന്റെ മുന്നിൽ വന്നുകൊണ്ട് നമ്മുടെ ശിരസ്കരനാവുകയാണ്. 2 റക്അത്ത് പള്ളിയിൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി. യാത്ര തുടങ്ങുന്നതും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ആ പള്ളിയിൽ നിന്ന് തന്നെ ഹബീബ് റസൂലുള്ളാഹി. നാട്ടിലേക്ക് വന്ന ആദ്യം ഇവിടെ വരും, പള്ളി വരും, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുള്ളൂ. ഏത് സമയത്തും ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ പള്ളിയാണെങ്കിലോ, പ്രവാസിയായ ആണെങ്കിൽ പോലും നാട്ടിലെത്തിയിട്ട് പിന്നെ അവനൊരു പോകാൻ നേരത്തായിരിക്കും ചിലപ്പോൾ വരിക, ചിലപ്പോൾ പള്ളിയിലോട്ട്. അത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും തട്ടുകേട് പറ്റണം, അല്ലെങ്കിൽ ചിലപ്പോൾ പള്ളിയിലോട്ട് വരൂല. ഒന്നില്ലേ ജോലി ഇല്ലാതായി, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ മാത്രം പള്ളിയിൽ. എല്ലാവരും അല്ല, ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അവർക്ക് നന്നാകാനാണല്ലോ വാഴുന്നത്. അതുപോലെ തന്നെ കച്ചവടക്കാര് ബിസിനസ് കൂടി കഴിയുമ്പോ പിന്നെ പള്ളിയില്ല, പള്ളിക്കാരുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല, ദീനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, പള്ളിയിൽ നിസ്കരിക്കുന്നില്ല. മനോഹരമാകുന്ന താഴികക്കുടങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ പള്ളിയിൽ നമസ്കാരം നിലനിർത്തിയിട്ടില്ലെങ്കിൽ നാട്ടുകാര് മുഴുവനും കുറ്റക്കാരാണ്. നല്ല പള്ളി, ഉശ്ശേരിക്കോട്ട പള്ളി, മനോഹരമായ പള്ളി, താഴികക്കുടം എല്ലാം ഉണ്ട്. പക്ഷെ ആളുകൾ നിസ്കരിക്കാനില്ലെങ്കിൽ ഹല്ലി വല്ലി തീർന്ന് എല്ലാം കഴിഞ്ഞ് ഹറാബ്. അല്ലാഹു മലക്കാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിത്തത്തു അശിയാ ഹുന്ന ഗരീബത്തുൻ ഫീ സിത്തത്തി മവാദിഅ. സ്വഹാബ സിത്തത്തു അശിയാ, 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സ്വഹാബ. ഹുന്ന ഗരീബത്തുൻ ഫീ സിത്തത്തി മവാദിഅ. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. അത് ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആദരവായ പ്രവാചകൻ ആദ്യമായി പറയുകയാണ്, അൽ മസ്ജിദു ഹുന്ന ഗരീബത്തുൻ, പള്ളി അത് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ. മനോഹരമായ മിനാരങ്ങളുണ്ട്, മനോഹരമായ താഴികക്കുടങ്ങളുണ്ട്, മനോഹരമാകുന്ന രീതിയിൽ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. പള്ളിയിൽ നല്ല മൈക്ക് സെറ്റ് ഉണ്ട്, സമുന്നതരായ ആലിമീങ്ങളുണ്ട്, നല്ല ഖിറാഅത്തിന്റെ വശ്യസുന്ദരമായ രീതിയിൽ ഖുർആൻ ഓതുന്ന സമുന്നതരായ ഇമാമീങ്ങളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്. എല്ലാ നിലക്കും ബറക്കത്തുള്ള പള്ളിയാണ്. ആത്മീയമാകുന്ന ഉയർച്ചയുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന പള്ളിയാണ്. പക്ഷേ ആ പള്ളി ഒറ്റപ്പെട്ടു പോകുമേ. ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ. ആ പള്ളിയിൽ നമസ്കരിക്കാൻ ആളുകളില്ല എങ്കിൽ, ആ പള്ളിയിൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ആളുകളില്ല എങ്കിൽ ആ പള്ളി ഒറ്റപ്പെട്ടു പോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ എന്ത് വേണം? പള്ളിയിൽ എന്താ വേണ്ടത്? നിസ്കാരം വേണം. പള്ളി നിസ്കാരം വേണം, അതാണ് വേണ്ടത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായി പറയുകയാണ്, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 കാര്യങ്ങളെ എണ്ണിയിട്ട് പ്രവാചകൻ രണ്ടാമതായി പറയുകയാണ്, വൽ മുസ്ഹഫ് ഗരീബുൻ ഫീ മൻസിലി ഖൗമിൻ ലാ യഖറഊന ഫീ. ഒരു വീട്ടിലുള്ളതാകുന്ന ഖുർആൻ മുസ്ഹഫ് ഒറ്റപ്പെട്ടു പോകുമേ.
ആ വീട്ടിലുള്ളവർ ആരും തന്നെ ആ ഖുർആനിനെ മുസഹഫിനെ പാരായണം ചെയ്യുന്നില്ല എങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി വൽ മുസഹഫു ഗരീബുൻ ഫീ മൻസിലിൻ ലാ യഖറഊന ഫീഹി. ഒരു വീട്ടിൽ ഖുർആൻ ഉണ്ട്. ഖുർആൻ എത്ര എണ്ണം ഉണ്ട്? ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ ചിലപ്പോൾ 4 ഉണ്ടാകും, 5 ഉണ്ടാകും, ചിലരുടെ വീട്ടിൽ 1 ഉണ്ടാകും. പക്ഷെ ആ ഖുർആൻ ഓതുന്നില്ല എങ്കിൽ ആ ഖുർആൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി അങ്ങനെ വരാൻ പാടില്ല. വന്നിരുന്നത് എന്താകും? നാശമാകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അത് നാശത്തിനുള്ള വഴിതെളിക്കലാണ്. അത് ഈ ഉമ്മത്തിന്റെ നാശത്തിന്റെ വഴിതെളിക്കലാണ്. ഖുർആൻ വീട്ടിലുണ്ട്, പക്ഷെ ആ ഖുർആൻ ഓതപ്പെടുന്നില്ല എങ്കിൽ വീട്ടിലുള്ളവർക്ക് മുഴുവനും ശാപം ഖുർആൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നാ പിന്നെ നാളെ തന്നെ ഖുർആൻ അങ്ങ് വിറ്റേക്കാം അവസാനം. അപ്പൊ പിന്നെ ശാപമില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന കൗമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ ഓതിയില്ല എങ്കിൽ ഖുർആൻ ശപിക്കും. പിന്നെ ആ ഖുർആൻ അങ്ങ് വിറ്റേക്കാം. അപ്പൊ പിന്നെ ശാപമില്ല, റാഹത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വീട്ടിൽ ഖുർആൻ ബറക്കത്തിന്റെ കേദാരമാണ്. അതുകൊണ്ടല്ലേ ഒരു വീട് ഉദ്ഘാടിക്കുമ്പോ നമ്മൾ എന്ത് ഖുർആൻ കൈക്ക് പിടിച്ചുകൊണ്ട് കയറുന്നത്? അതൊരു ശുഭലക്ഷണമാണ്. എന്നിട്ട് ആ വീട്ടിലിരുന്നു കൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു. വല്ലദി യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്വാനുൻ ശഫീഉനാ റസൂലുള്ളാഹി. സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് ഒരു വീട്ടിൽ പരിപൂർണമായി നീ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിശാച് കടക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, ഏർവാടിയിലൊക്കെ നിലകൊള്ളുന്ന മുസ്ലിമേ, നിന്റെ വീട്ടിൽ ഡെയിലി പാരായണം ചെയ്യേണ്ട സൂക്തമാണ് സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യണം. സാധേ അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? 2.5 ജുസു ഇല്ലേ? ശൈത്താൻ ഇറങ്ങണോ? കുറച്ച് പണിയാണ്. ഇതോത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിശാച് ഇറങ്ങണോ? എങ്കിൽ ഇതോതിയാൽ ഇറങ്ങുമെന്ന് ആര് പഠിപ്പിച്ചു? മുഹമ്മദ് മുസ്തഫ. പിന്നെന്താ ഓതിക്കൂടെ? ഒരു വീട് ഉദ്ഘാടിക്കുമ്പോ സൂറത്തുൽ ബഖറ ഓതിൻ, എല്ലാവരും ഖുർആൻ എടുത്ത് ഓതിൻ. ഇല്ലെങ്കിൽ ആ വീട്ടുകാരനെങ്കിലും ആ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു. സൂറത്തുൽ അൻആം ഐശ്വര്യത്തിന് വേണ്ടിയുള്ള സൂക്തമാണ്, അധ്യായമാണ്. ആ അധ്യായം പൂർണ്ണമായി പാരായണം ചെയ്യുക. ആരാണിത് ശ്രദ്ധിക്കുന്നവർ? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഖത്മ് തീർക്കൽ. മുതഅല്ലിമീങ്ങളെ വിളിക്കൽ. നമ്മുടെ മഹല്ലത്തിൽ തന്നെ ഉണ്ടല്ലോ മുതഅല്ലിമീങ്ങൾ. അവരെ വിളിക്കുന്നു, ഉസ്താദിനെയും വിളിക്കൻ. സുബൈക്ക് ശേഷം അവരെല്ലാവരും കൂടി ഓരോ ജുസ് പാരായണം ചെയ്തിട്ട് 30 ജുസ് ഓതിയിട്ട് ഖത്മ് ഓതി ദ്വാരക്കട്ടെ. 1 മണിക്കൂർ മതി. 1 മണിക്കൂർ കൊണ്ട് ഒരു ഖത്മ് ഓതി മാഷാ അല്ലാഹ് അങ്ങനെ വീട് ഉദ്ഘാടിക്കട്ടെ. ഉദ്ഘാടിച്ച വീട്ടിൽ തന്നെ ഇങ്ങനെ അമൽ ചെയ്യട്ടെ. ആ വീട്ടിൽ പിശാച് ഉണ്ടാവൂല. പൈശാചിക ഉപദ്രവങ്ങൾ ഒഴിയും. മക്കള് സ്വാലിഹീങ്ങളാകും. കാരണം ആ വീടിൻ്റെതാകുന്ന തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഖുർആനിൻ്റെതാകുന്ന വിസ്ഫോടനം ഉണ്ടായി. ഖുർആനിന്റെ ആയത്തുകൾ കേറപ്പി പിശാച് ഉടൻ. അതുകൊണ്ടാണല്ലോ ബാങ്ക് കൊടുക്കാൻ പറയുന്നത്. വീട്ടിൽ എന്ത് കൊടുക്കണം? ഇടയ്ക്കിടയ്ക്ക് എന്ത് കൊടുക്കണം? ഉറക്കെ പറയും, ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കാനായത് ആദ്യം പഠിക്കണം, എന്നാലേ ഉള്ളൂ. ഇത് ഹയ്യാല സലാ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കറങ്ങി കറങ്ങി നിൽക്കുകയാണ്. ബാങ്ക് ആദ്യം പഠിക്കണം. എന്നിട്ട് ബാങ്ക് നല്ലതുപോലെ വീട്ടിൽ കൊടുക്കണം. വീട്ടിലുള്ള ആ വീട്ടിൽ കറക്റ്റ് കേൾക്കുന്ന രീതി. റമദാന് മഗ്‌രിബിന്റെ സമയത്തൊന്നും കൊടുത്തേക്കല്ലേ, ബാക്കിയുള്ളവർ നോമ്പ് പറയും. അല്ലാത്ത സമയത്ത് ചെറിയൊരു ശബ്ദത്തിൽ നമ്മുടെ ആ വീടുകളിൽ റൂമുകൾ കേൾക്കുന്ന രീതിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇത് മതി. അങ്ങനെ കൊണ്ട് ബാങ്ക് കൊടുത്തേ. പാപ്പ തന്നെ കൊടുക്കുക. അങ്ങനെ വീടുകളിൽ ഈ ബാങ്കിന്റെ ശബ്ദം എത്തുന്നിടത്തുനിന്നൊക്കെ പിശാചോടും. മൈക്ക് കെട്ടി വലിയ ശബ്ദത്തിൽ കൊടുക്കൊന്നും വേണ്ട. ഈ പറഞ്ഞ നേരിയ ശബ്ദത്തിൽ കൊടുത്താൽ മതി. അവനവന്റെ ശബ്ദത്തിനനുസരിച്ച് പിശാചോടും. പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവൂല. വീട്ടിൽ സംരക്ഷണം ഉറപ്പാണ്. നിങ്ങൾ ചെയ്തു നോക്കി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ, ചെറിയ മക്കള് രാത്രിയിൽ വലിയ കരച്ചിലുണ്ടാകുമ്പോ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കുട്ടികൾ കരയുന്നത്. വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കണം ആ സമയത്ത്. അത് ജനിച്ചപ്പോ മാത്രം കൊടുത്താൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യാമെന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറദത്തും മിനൽ ജിന്ന്, കുരുത്തക്കേടുള്ളതാകുന്ന പിശാചിന്റെ ഉപദ്രവങ്ങൾ കുട്ടികൾ കേൾക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാ? വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും അങ്ങനെ കൊടുത്തു നോക്കിയ കുട്ടി നല്ല ശാന്ത സുന്ദരമായി ഉറങ്ങുന്നതായി കാണാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചപ്പോ, ഖുർആൻ ഓതിയപ്പോ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
വൽ ഖുർആനു ഗരീബുൻ, ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമേ, ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമേ. ഫീ ഖൽബി റജുലിൻ ഫാസിഖിൻ, കാപട്യമുള്ളതാകുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ഖുർആൻ നൽകപ്പെട്ടത് എങ്കിൽ ആ ഖുർആൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകും 6 സ്ഥലങ്ങളിൽ. അതിലൊന്നാണ് എന്ത് പറഞ്ഞത്? പള്ളികൾ. ആ പള്ളികളിൽ ജനങ്ങൾ നിസ്കരിക്കാൻ വന്നില്ല എങ്കിൽ പള്ളി ഒറ്റപ്പെട്ടു പോകും. 2 മുസഹഫാണ്. ഒരു വീട്ടിൽ ഒരു മുസഹഫ് ഉണ്ട്, പക്ഷെ അത് ഓതാൻ ആരുമില്ല എങ്കിൽ ആ വീട്ടിൽ ആ മുസഹഫ് ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂലുള്ളാഹി. 3 ഖുർആനാണ്. കാപട്യമുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ ഖുർആൻ നൽകി. ചിലര് ഹാഫിളായി, പക്ഷെ അവൻ തെമ്മാടിയാണ്. ആ തെമ്മാടിയുടെ ഹൃദയത്തിൽ ഖുർആൻ ഇരിക്കെ എന്ത് കാര്യം? ആ ഖുർആൻ ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരു പ്രയോജനം ആർക്കും ഇല്ല. ഇവനെ ഓതുന്നുമില്ല, ഒരാളെ ഇട്ട് ഓദിക്കുന്നുമില്ല. ഇവനിങ്ങനെ സിനിമ കണ്ടും സീരിയൽ കണ്ടും ഹറാമ് ദർശിച്ചോട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ അല്ലെ. ചില മക്കൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഓതാൻ പറ്റിയിട്ടുണ്ട്, ഹിഫ്ള് കുറച്ചായി അല്ലെങ്കിൽ ഹിഫ്ള് പൂർത്തിയായിട്ട് ഹാഫിളാണ്, പക്ഷെ അവനറിയാത്ത സിനിമാ പാട്ടൊന്നുമില്ല, എല്ലാം പാടിക്കൊണ്ട് നടക്കുക. പുതിയ ലേറ്റസ്റ്റ് പടം ഇറങ്ങിയത് വരെ അവനറിയാം. KGF 2 കണ്ട് 3 കാത്തിരിക്കുക. എന്ത് വേണോന്ന് ചോദിക്കുന്നത്. അങ്ങനത്തെ ടീമുകളുണ്ട്. അതാണ് പറയുന്നത് വൽ ഖുർആനു ഗരീബുൻ ഫീ ഖൽബി റജുലിൻ ഫാസിഖിൻ, കാപട്യമുള്ളവന്റെ ഹൃദയത്തിൽ ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. തീർന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വറജുലുൽ മുസ്ലിമു അൽ മുസ്ലിമു സാലിഹു ഗരീബുൻ ഫീ ബൈതി ഇംറഅത്തിൻ ദർദിഅത്തിൻ സയ്യിഅത്തിൽ ഖുൽഖി. മുസ്ലിമായ സാലിഹായ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകും. ഒരു പെണ്ണാണ്, പക്ഷേ ആ പെണ്ണിന്റെ വീട്ടിൽ അഥവാ അവൻ വിവാഹം ചെയ്തതാകുന്ന പെണ്ണ് മോശപ്പെട്ട പെണ്ണാണ്, അവൾ ദീനീ ബോധമില്ലാത്ത പെണ്ണാണ് എങ്കിൽ ആ പുരുഷൻ അവളുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവനാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഭർത്താവ് നല്ല സാലിഹായ മനുഷ്യൻ, ഖുർആൻ ഓതും, നിസ്കരിക്കും, ഇബാദത്തുണ്ട്, പക്ഷെ ഭാര്യ നേരെ തലതിരിവ് എങ്കിൽ ആ വീട്ടിൽ ആ പാവപ്പെട്ടവൻ ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂലുള്ളാഹി. 5 നബിതങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞു വൽ മർഅത്തു സാലിഹത്തു ഗരീബത്തുൻ ഫീ ബൈത്തി റജുലിൻ ഫാസിഖിൻ റദീഉൽ ഖുൽഖ്. മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ളതാകുന്ന കള്ളു കുടിക്കുന്ന ഒരു മ്ലേച്ഛനായ മനുഷ്യന്റെ കീഴിൽ നിലകൊള്ളുന്ന ഒരു സാലിഹത്തായ മുസ്ലിമത്തായ പെണ്ണ് അവളും ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. എത്രയോ സഹോദരിമാർ ദുആ വസിയത്ത് ഇപ്പോഴും ഈ വിനീതരോടും ഉസ്താദുമാരോടും ഒക്കെ നടത്തുന്നത് തന്നെയാണ്. സാധേ ഭർത്താവ് കള്ളു കുടിക്കുന്നു, ഭർത്താവ് മോശമായ രീതിയിലുള്ള ചാറ്റിംഗ് നടത്തുന്നു, പരസ്യമായി ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വാട്സാപ്പിലൂടെ അന്യ പെണ്ണുമായിട്ട് വീഡിയോ കോളുകൾ ചെയ്യുന്ന ഭർത്താക്കന്മാർ ഹറാമായ വീഡിയോകൾ ദർശിക്കുകയും അത് കാണുകയും സ്വന്തം ഭാര്യയെ കാണിക്കുകയും ഈ രീതിയിലുള്ള വേഴ്ചകൾക്ക് നീ തയ്യാറാകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ചെറുപ്പക്കാരായ ഭർത്താക്കന്മാർ. അങ്ങനെ എത്രയോ കംപ്ലൈന്റ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വ്യത്യസ്ത മോഡലുകളൊക്കെ കാണിച്ചിട്ട് കണ്ട, വാച്ചാത്തീറ മോഡൽ കണ്ട, ഇതേപോലെയാണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് മോഡലുകൾ കാണിച്ചു കൊടുക്കുക. ദീനിയായ മതബോധമുള്ളതാകുന്ന പെണ്ണുങ്ങളെ അത്തരത്തിന്മേൽ നിർബന്ധിക്കുന്നതാകുന്ന ചെറുപ്പക്കാരായ കള്ളുകുടിയന്മാരാകുന്ന ഭർത്താക്കന്മാർ, അവരാ സാലിഹത്തായ പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയെന്ന ഹബീബ് റസൂലുള്ളാഹി. 6 വൽ ആലിമു ഗരീബുൻ ഫീ ഖൗമിൻ ലാ യസ്തമിഊന ഇലൈഹി. ഒരു ആലിമും ഒറ്റപ്പെട്ടു പോയി ഒരു സമൂഹത്തിൽ. അദ്ദേഹം നല്ല അറിവുള്ള വ്യക്തിയാണ്, ഖുർആൻ വെച്ചുകൊണ്ട് അദ്ദേഹം ദീനീ ബോധം നൽകുന്നുണ്ട്, സമൂഹത്തെ സമുദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കേൾക്കാൻ ആളില്ല എങ്കിൽ ആ ആലിമും അവർക്കിടയിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ 6 കാര്യങ്ങൾ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി പറയുകയാണ്, ഈ 6 കാര്യങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടെന്നറിയുമോ? ഈ 6 കാര്യങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ വിപത്ത് അല്ലാഹു ഏകുമേ, കാരുണ്യം അല്ലാഹു നിങ്ങൾക്ക് വർഷിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി.
6 കാര്യത്തിൽ നബിതങ്ങൾ ആദ്യം എണ്ണിയതാണ് നമ്മുടെ വിഷയം. അതാണ് വിഷയം. എന്ത്? പള്ളികൾ ഒറ്റപ്പെട്ടു പോകുന്നു. ഫീമ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീഹി, ജനങ്ങൾ നിസ്കരിക്കാൻ വരാതിരിക്കുമ്പോൾ ആ പള്ളികൾ ഒറ്റപ്പെട്ടു പോയി. ഹബീബ് റസൂലുള്ളാഹി. ഇന്ന് നമ്മുടെ പള്ളികൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഇവിടെ? ഇപ്പൊ ഈ കരുനാഗപ്പള്ളി താലൂക്കിൽ തന്നെ എത്ര പള്ളിയാണ്, എത്ര ജുമാഅത്ത് പള്ളിയുണ്ട്, എത്ര തൈക്കാവുകളുണ്ട്, എത്ര പള്ളികളുണ്ട്. പിന്നെയും പള്ളികൾ ഇപ്പോഴും എടുത്തോണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ഈ പരിസരങ്ങളുണ്ട് ഇഷ്ടംപോലെ പള്ളികൾ വീണ്ടും വരികയാണ്. എടുക്കാൻ ആളുണ്ട്, കരിക്കാൻ വല്ല ഹൈവാന്മാരുണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. അതാണിപ്പോ ചർച്ച. ഇഷ്ടംപോലെ ആളുകൾ ഇത് എടുക്കാൻ വേണ്ടിയുണ്ട്, അതിനുവേണ്ടി പിരിക്കാനുണ്ട്, എല്ലാ കാര്യങ്ങളും അടക്കാണ്ട്, എല്ലാത്തിനും ഉണ്ട്. നിസ്കരിക്കാൻ വരുന്ന വിഷയം വരുമ്പോ ആരുമില്ല. പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പൊ പള്ളിയിൽ കയറാം, ഫാനിടാം, എത്ര വേണമെന്നെല്ലാം ഖുർആൻ ഓതി നിസ്കരിക്കാം, ഒരു വിഷയമില്ല, ആരും തടയൂല. എത്രയോ മണിക്കൂറുകൾ നിനക്ക് പള്ളിയിൽ ചെലവഴിക്കാം, ആരും തടയൂല. നല്ല കാർപ്പറ്റ് വിരിച്ച് സുജൂദ് ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും. ആ രീതിക്കുള്ള നല്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കാർപ്പറ്റ് വിരിച്ച മുസല്ല വിരിച്ചിട്ടുള്ളതാകുന്ന പള്ളികൾ, എയർ കണ്ടീഷൻ പള്ളികൾ, വീട്ടിൽ പോലും ഇല്ല AC, പള്ളിയിൽ നല്ല AC ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓരോ കിലോമീറ്റർ ചുറ്റളവുകളും പള്ളികളുണ്ട്. പക്ഷെ നിസ്കരിക്കാൻ നമുക്ക് ചെല്ലാൻ മടി. ഇത് നമുക്ക് വലിയ വിപത്തുണ്ടാക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ.